പ്രതിപക്ഷ നേതാവ് നേരത്തെ ആവർത്തിച്ചു പറഞ്ഞതുപോലെ ഇത് ഭരണത്തിന് വിലയിരുത്തലാണ്. ആ വിലയിരുത്തലിൽ ജനങ്ങൾ പിണറായി വിജയന് 0 മാർക്ക് കൊടുത്തു എന്ന കൃത്യമായ മാൻഡേറ്റാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അഹങ്കരിച്ച 99-ൽ നിന്ന് ഭരണം അവസാനിക്കുമ്പോഴേക്കും അത് 98 ആയി എന്ന ജനങ്ങളുടെ വികാരത്തിനെ ഇനിയെങ്കിലും CPM തിരിച്ചറിയണം. സ്ഥിരം ക്ലീഷേ ഡയലോഗുകൾക്കപ്പുറത്തേക്ക് ഏത് തെരഞ്ഞെടുപ്പ് തോറ്റാലും പാർട്ടി സെക്രട്ടറി വന്നുകൊണ്ട് വർഗീയ കക്ഷികളുടെ, വിഘടനവാദികളുടെ തുടങ്ങി സ്ഥിരം പറയുന്ന കുറേ ഡയലോഗ് പറയുന്നതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് തോറ്റു എന്ന് സ്വയം വിലയിരുത്താൻ CPM തയ്യാറാകണം. ഇത് ആദ്യത്തെ തോൽവിയല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് 14 15 റൗണ്ട് ബൈ ഇലക്ഷൻ വന്ന സമയത്ത് അവിടെയൊക്കെ തോൽവിയായിരുന്നു. 4 തെരഞ്ഞെടുപ്പുകൾ പ്രിയപ്പെട്ട PT-യുടെ മരണം സംഭവിച്ചപ്പോൾ, വേർപാട് സംഭവിച്ചപ്പോൾ തുടങ്ങിയ തൃക്കാക്കരയിൽ ആരംഭിച്ച് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ വേർപാടിൽ ഉണ്ടായ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ്, ഷാഫി പറമ്പിൽ മത്സരിച്ച പാലക്കാട് തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ ശ്രീ രാധാകൃഷ്ണൻ MP ആയി പോയപ്പോൾ ഉണ്ടായ ചേലക്കര തെരഞ്ഞെടുപ്പ്, അവസാനത്തെ തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലുണ്ടായത്. ഈ 5 തെരഞ്ഞെടുപ്പിലും നില അതിശക്തമായി ഇരട്ടികൾക്കപ്പുറത്തേക്ക് മെച്ചപ്പെടുത്തിയ രാഷ്ട്രീയ സന്ദേശമാണ് ജനങ്ങൾ LDF-ന് കൊടുത്തിട്ടുള്ളത്, ജനങ്ങൾ UDF-ന് തന്നിട്ടുള്ളത്. ഞങ്ങൾ ആ മാൻഡേറ്റ് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് ഇന്നലകളിലെ പിഴവുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും എന്ന ഉറപ്പാണ് ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാം.